ഞാൻ ശ്രീ ടി പി ജയചന്ദ്രൻ, BJP നേതാവ്, PV അൻവറിന്റെ ആരോപണത്തിൽ ഗവർണർ നേരിട്ടിടപെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയതടക്കം അതീവ ഗൗരവമേറിയ സാഹചര്യം. അതായത് രാജ്ഭവൻ പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നാണ്. അങ്ങനെയാണ് BJPയും കരുതുന്നത്, അല്ലേ? നോക്കൂ, ഇവിടെ അതീവ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ തന്നെ തനതായ പ്രവർത്തനങ്ങളെ എന്നും നഖശികാന്തം വിമർശിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു കാര്യം അടിവരയിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആടി ഉലയുകയാണ് ഇന്ന് ഈ കപ്പൽ. അഭിപ്രായ വ്യത്യാസങ്ങളും ആശയപരമായ വിയോജിപ്പുകളും നിലപാടുകളും കൊണ്ട് അനിവാര്യമായ പതനത്തിലേക്ക് ആ പ്രസ്ഥാനം എത്തുകയാണ്. സ്പീക്കർ പറയുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായി ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലും ഭരണചരിത്രത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെ നഖശികാന്തം വിമർശിക്കുകയും നയങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ താൻ തെറ്റായ പാത കാണുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി മറ്റൊരു ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഭരണകൂടവും കഴിവുകെട്ടവരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു. നോക്കൂ, ഒരു MLA തന്നെ പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ ഫോണുകൾ ചോർത്തിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ADGPയുടെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഭാര്യമാർ, ഇവരുടെയൊക്കെ സംഭാഷണങ്ങൾ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ കയ്യിൽ ഇതാ എപ്പോഴും പൊട്ടിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കൈവശം ബോംബുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിലെ മാധ്യമ ലോകം പോലും അതിനോട് വേണ്ട രൂപത്തിൽ പ്രതികരിച്ചില്ല. ഒറ്റപ്പെട്ട ചർച്ചകളിൽ നമ്മളൊക്കെ പറഞ്ഞപ്പോഴും അതിന് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടിയില്ല. അവസാനം ഇന്ന് നമുക്കറിയുന്നു, പെഗാസസ് വന്നപ്പോൾ ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തു. ഒരു പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിന് ഒരു MLAക്ക് ലൈസൻസ് ആരാണ് നൽകിയത്? അദ്ദേഹത്തിന് ഇത്തരത്തിൽ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങളുടെ ഗവൺമെന്റ് സമീപനം എന്താണ്? അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ വേറിട്ട അഭിപ്രായങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ചോദിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിന് പൗരന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള അവകാശാധികാരങ്ങൾ നൽകിയത്? ഏത് സംവിധാനം ഉപയോഗിച്ചാണ് അദ്ദേഹം കേരളത്തിലെ പത്രപ്രവർത്തകരുടെയും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒക്കെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്താനുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ് എവിടെ നിന്ന് കിട്ടിയത്? ഇതൊക്കെ പുറത്തുവിട്ടിട്ടും അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ഒരു ഗൗരവമായ ചോദ്യത്തിലാണ് ഗവർണർ ഇടപെടുന്നത്. അതോടൊപ്പം ഇന്ന് പോലീസ് സേനയ്ക്കകത്തും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കകത്തും നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു കഴിവുകെട്ട സർക്കാരാണ് ഇത്, ഈ ഗവൺമെന്റ് കേരളത്തിലെ പൊതുവികാരത്തിന് വിരുദ്ധമാണ് എന്നുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഇപ്പോൾ അതാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് MLA മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ഇന്നലെ വരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് അപഖ്യാതി വന്നപ്പോൾ അദ്ദേഹം വല്ലതും പറഞ്ഞുവോ? ഒരു പാവപ്പെട്ട ദളിത് ചെറുപ്പക്കാരനെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അതിഹീനമായി കുത്തിക്കൊന്നതിന്റെ പോലീസിന്റെ കഴിവുകേടാണെന്നും ആ കേസ് അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുവോ? ഒരു പാർട്ടി നേതാവ് ഒരു മേയർക്ക് കൊടുത്ത കത്തിന്റെ അന്വേഷണം, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതിയുണ്ടോ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയപരമായ ചേരിതിരിവ് പോലീസിനകത്തുള്ള പച്ചവെളിച്ചത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? കേരളത്തിലെ മറ്റൊരു വിഭാഗമായ ഫയർഫോഴ്സുകാർ ചിലർക്ക് ക്ലാസ് എടുത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അപ്പോൾ ഇവിടെയുള്ളത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മറ്റെന്തൊക്കെയോ ആണ്. അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിലേക്കൊന്ന് നോക്കൂ. ഇപ്പോൾ തന്നെ മലപ്പുറത്ത് അദ്ദേഹം വിക്കറ്റ് വീണു എന്ന് പലപ്പോഴും പറയുമ്പോൾ ഇവരുടെ ഒന്നും വിക്കറ്റ് വീണിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം. സുജിത് ദാസിനെ പത്തനംതിട്ട SP-യും മലപ്പുറം SP-യെയും ഇന്ന് മാറ്റിയിരിക്കുന്നു. നോക്കൂ, മലപ്പുറം SP-യുടെ പോസ്റ്റ് റെക്കോർഡ് എന്താണ്? അദ്ദേഹം ഏതെങ്കിലും കൈക്കൂലി കേസിലോ ഏതെങ്കിലും അനധികൃത വിഭാഗത്തിലോ അദ്ദേഹം പിടിക്കപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലുണ്ടോ? എന്തിന്റെ പേരിലാണ് മലപ്പുറത്തെ മുഴുവൻ DYSP-മാരെയും മാറ്റിയത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അപ്രമാദിത്വമുള്ള ശക്തിയായിട്ട് അൻവർ ഏതോ ആളുടെയോ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശക്തനാവുകയാണ്. അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ കേരളത്തിലെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്നും ഏതറ്റം വിദേശമായ ഏജൻസികൾ ഉണ്ടെന്ന് പറയുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ, അതാരാണ് എന്ന് BJPക്ക് പറയാൻ കഴിയുന്നില്ല. അൻവറിന്റെ ആരോപണങ്ങളെ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ ഗവർണർക്ക് കഴിയുന്നില്ല, BJPക്ക് കഴിയുന്നില്ല. CPM
ആണ് അൻവറിന്റെ ഈ ആരോപണങ്ങൾക്ക് പിറകിലെന്ന് താങ്കൾ പറയില്ലല്ലോ. പ്രതിപക്ഷമല്ല എന്ന് കോൺഗ്രസും പറയുന്നു. ഇതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? BJP-ക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ട് സ്റ്റേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പമില്ലേ? ഒരാശയക്കുഴപ്പമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. നോക്കൂ, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അതിന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എത്രമാത്രമാണ് എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. പാർട്ടിക്കകത്ത് ഇപ്പോൾ 2 ശിരാകേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ചർച്ച നടക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വൃന്ദാക്കാരാട്ടും മറുപക്ഷത്ത് MA ബേബിയും വരുന്നു. ഇതിൽ ഒരു വിഭാഗമാവട്ടെ കേരളത്തിലെ മരുമകനെതിരായിട്ടൊരു വിങ്ങും ദേശീയ തലത്തിൽ കേരള മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിങ്ങും ഉയർന്നു വരുന്നു. അതിന്റെ മുമ്പിലുള്ള ഒരു ചട്ടുകവും പാവയുമാണോ ഇദ്ദേഹം എന്ന് നമുക്ക് അന്വേഷണത്തിലൂടെയും ഭാവിയിലൂടെയും കണ്ടെത്തേണ്ടതാണ്. മറിച്ചുള്ള ഒരു കാര്യം, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്നവരെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുത്തെ കേസുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു. അവിടുത്തെ പോലീസ് സേനയെ മുഴുവൻ തന്നെ നൽകണം. അദ്ദേഹത്തിന്റെ അനധികൃതമായ കുടിയേറ്റം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലപാടെടുക്കുന്നവരെ പുറത്താക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം സമീപകാലത്ത് സാക്ഷ്യപ്പെടുത്തുന്ന അൻവറിനെ പോലെയുള്ള ചില ആളുകളുടെ താല്പര്യത്തിന് ഒതുങ്ങാത്തവരെയും കൂടെ നിൽക്കാത്തവരെയും ഈ കേരളത്തിൽ വെച്ച് പൊറുപ്പിക്കില്ല. അതിന് അദ്ദേഹത്തിന് ഏതൊക്കെ തന്നെ സഹായം കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട്